ഹായ് ഹലോ. സോ നമ്മൾ ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? റീജിയനും അതുപോലെ തന്നെ വൈപ്പ് ഔട്ട് ആയിരുന്നു. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 3D പോളിലൈൻ, ഹെലിക്സ്, ഡൂനെറ്റ് ആൻഡ് റിവിഷൻ ക്ലൗഡ്. ഇത് മൂന്നും നമ്മൾ ഒറ്റയടിക്ക് നോക്കാൻ പോവാണ്. ഇത് ആക്ച്വലി ഒറ്റയടിക്ക് നോക്കാൻ പോകുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് ടൂൾസ് ആക്ച്വലി അത്ര നമ്മളൊരു 2D ഡ്രോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഒന്നാമത് 3D പോളിലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മൾ 3D യൂസർ ഇന്റർഫേസിൽ അല്ലെങ്കിൽ 3Dനകത്ത് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ നോക്കുന്നത് ഒരു നമ്മളെ കോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് 2D ആണ്. സോ അതുകൊണ്ട് തന്നെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിൽ കൂടെ ഞാൻ എന്താ ടൂൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹെലിക്സും ഈവൻ ഹെലിക്സ് ആണ് 2D ക്രിയേറ്റ് ഒരു 2D സ്പൈറലിന് മാത്രമേ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. 3D സ്പ്രിങ് ജസ്റ്റ് ലൈക്ക് ഹെലിക്സിന് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അത് കഴിഞ്ഞാൽ ഡൂനെറ്റും അതുപോലെ തന്നെ റിവിഷൻ ക്ലൗഡും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെന്താണെന്നുള്ളത് ഞാൻ അങ്ങോട്ട് എത്തുമ്പോൾ എക്സ്പ്ലെയിൻ ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകാൻ നോക്കുന്നത് 3D പോളിലൈൻ ആണ്. വാട്ട് ഈസ് 3D പോളിലൈൻ? അപ്പോൾ 3D പോളിലൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ യൂസർ ഇന്റർഫേസ് 2D ആണ്. സോ നമുക്ക് യൂസർ ഇന്റർഫേസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ എന്താ ചെയ്യുക, ഷിഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്യുക, സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഓർബിറ്റ് റൊട്ടേഷൻ കിട്ടും. ദാറ്റ് മീൻസ് 3D റൊട്ടേഷൻ ഉണ്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഐസോമെട്രിക് വ്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഐസോമെട്രിക് പോലെ. ഐസോമെട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 3D വ്യൂ ആണ്. 3D റെപ്രസെൻറ്റേഷൻ കിട്ടുന്ന ഒരു വ്യൂ, അല്ലെങ്കിൽ എന്താ പറയുക, ഓക്കെ, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ പ്ലെയിൻസ് കാണാൻ പറ്റുന്നു. ഇപ്പം നമുക്ക് ഇവിടെ കാണാം, ടോപ്പ് കാണാം, ഫ്രണ്ട് കാണാം, റൈറ്റ് സൈഡും കാണാം. ഓക്കെ, സോ ഇങ്ങനെ 3 സൈഡ്സ് കാണാൻ പറ്റും. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ 3 സൈഡ്സ് കാണാൻ പറ്റും. അത് നമുക്കൊരു 3D ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ആ ഒരു 3D വ്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐസോമെട്രിക് വ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം, 3D പോളി. ഒന്നുകിൽ 3D പോളി എന്ന് ടൈപ്പ് ചെയ്യാം, അതാണ് എൻ്റെ ഷോർട്ട് കീ. സോ അത്ര ഇമ്പോർട്ടൻസ് അല്ല, അതുകൊണ്ട് ഞാൻ ഷോർട്ട് കീ ഒന്നും അങ്ങനെ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആക്ച്വലി 3D ചെയ്യുന്നവർക്കാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ, എന്താ സംഭവം നോക്കാം. അപ്പോൾ ഞാനത് 3D പോളി ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ 3D പോളി ലൈൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തു, ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ടൂള്. ഞാൻ ഓർത്തോ മോഡ് കൂടെ ഒന്ന് എനേബിൾ ചെയ്യുന്നുണ്ട്. സോ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഫസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി കണ്ടോ, ലുക്ക് ലൈക്ക് ഒരു 2D പോലെ ഉണ്ട്. ആൻഡ് ഓൾസോ ഉണ്ടോ, ഇതിങ്ങനെ സെൽഫ് ഇൻറ്റർസെക്റ്റ് ആയിട്ടുള്ള ലൈൻ ആണെന്നൊക്കെ തോന്നും. ഉണ്ടോ, അപ്പോൾ ഈ ലൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇൻറ്റർസെക്റ്റ് ആയിട്ടൊന്നും, ആക്ച്വലി ഇത് 3D ആയിട്ട് ക്രിയേറ്റ് ആയി. ഇതൊന്നും സെൽഫ് ഇൻറ്റർസെക്റ്റഡ് അല്ല ഈ ലൈൻസ്. നമുക്ക് ചെക്ക് ചെയ്യാം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ലൈൻ കണ്ടോ പക്കായിട്ട് 3D ആയിട്ടാണ് ഈ യൂസർ ഇൻ്റർഫേസിൽ നിൽക്കുന്നത്. കണ്ടോ, എവിടെ എന്തല്ല ഇത് സെൽഫ് ഇൻറ്റർസെക്റ്റഡ് ഒന്നല്ല. കണ്ടോ, ഓക്കെ, മനസ്സിലായോ? സോ ഇതിനാണ് 3D പോളിലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത് സെലക്ട് ചെയ്യാണ് കണ്ടത്, മൊത്തത്തിൽ സെലക്ട് ആവുള്ളൂ. കാരണം എന്താണ്, ഇത് 3D പോളി ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ഇതിനാണ് 3D പോളിലൈൻ എന്ന് പറയുന്നത്. സോ നമുക്ക് 2Dനകത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ അതുകൊണ്ട് തന്നെ 2D ഡ്രോയിങ്സ് ചെയ്യുന്നവരാണെങ്കിൽ ഇതധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്തായാലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ ഞാൻ അഗൈൻ അത്രയാണ് 3D പോളിലൈനെ കുറിച്ച് പറയാനുള്ളൂ. സോ ഇതിൻ്റെ ഒരു റിലേറ്റ് ചെയ്തുള്ളൊരു കാര്യം, നമ്മൾ ഫ്യൂച്ചറിൽ ട്രിമ്മിനകത്ത് വരുന്നുണ്ട്. ട്രിം ടൂൾ പറയുമ്പോൾ ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ട്രിമ്മിനകത്തൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്തൊരു ട്രിം വരുന്നുണ്ട്. ആ ട്രിം നമുക്ക് 3D പോളി വെച്ചിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്നുകൂടെ ഞാൻ യൂസ് ചെയ്യും. ഓക്കെ, സോ അത് ഫ്യൂച്ചറിൽ വരും. സോ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ആക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ടോപ്പ് വ്യൂ സെലക്ട് ചെയ്ത് ബാക്ക് ടു നോർമൽ പഴയ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഇവിടെ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഫോർ യുവർ റെഫറൻസ്. സോ ആൻഡ് അഗൈൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഹെലിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഹെലിക്സിൻ്റെ ഷോർട്ട് കീ എന്താണ്? നമ്മൾ HE ആണ് ഹെലിക്സിൻ്റെ ഷോർട്ട് കീ. സോ സോറി, HEL. ഓക്കെ, HEL ആണ് ഹെലിക്സിൻ്റെ ഷോർട്ട് കീ. HE എന്ന് പറയുന്നത് ഹാച്ച് എഡിറ്റിൻ്റെതാണ്. നമ്മൾ ഹാച്ച് ഫ്യൂച്ചറിൽ നോക്കും. ഓക്കെ, ഹെലിക്സ്. ഓക്കെ, HEL. ഓക്കെ, എൻ്റർ കൊടുത്തു. ഇപ്പോൾ നമ്മളോട് പറയുന്നത് സെൻറ്റർ പോയിന്റ് ഓഫ് ബേസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെലിക്സ് വരയ്ക്കണമെങ്കിൽ എന്താണ്, അബൌട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്ന പോലെ തന്നെയാണ് ഹെലിക്സ് വരയ്ക്കുക. അപ്പോൾ ഞാൻ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. ദെൻ എന്ത് ചെയ്യാണ്, അതിൻ്റെ റേഡിയസ് ഓർ ഡയമീറ്റർ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഇത്ര റേഡിയസ്, അപ്പോൾ എനിക്കൊരു 6 mm റേഡിയസ് ഉള്ള ഒരു ഹെലിക്സ് ആണ് വേണ്ടത്. 6 ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇപ്പം നമുക്കത് സ്പൈറലാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഉണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അത് സ്പൈറലായിട്ട് കിട്ടും. ഓക്കെ, അതല്ല എനിക്ക് എന്താ പറയുക, ഹെലിക്സ് തന്നെയാണ് വേണ്ടത്, അങ്ങനെയാണെങ്കിൽ അതിന് ഡയമീറ്റർ ഞാൻ 6 തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഹെലിക്സ്, അതൊരു സ്പ്രിംഗ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും
അതായത് നമ്മളിപ്പോൾ നേരത്തെ കൊടുത്ത ബേസ് ഡയമീറ്റർ ആണ് കൊടുത്തത്. ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്നത് സ്പ്രിങ്ങിന്റെ താഴത്തെ ഡയമീറ്റർ ആണ് 6 mm ഞാൻ ഫസ്റ്റ് കൊടുത്തത്. ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോകുന്നത് ടോപ്പ് റേഡിയസ് ആണ്, അതായത് അതിന്റെ സ്പ്രിങ്ങിന്റെ ടോപ്പിലുള്ള റേഡിയസ്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പ്രിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ചില സ്പ്രിങ് കണ്ടിട്ടുണ്ടോ, താഴെ നിന്ന് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന സ്പ്രിങ് ഉണ്ടാവും, അല്ലെങ്കിൽ സെയിം റേഡിയസിൽ തന്നെയുള്ള സ്പ്രിങ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ സെയിം റേഡിയസിലുള്ള സ്പ്രിങ് ആണ് വേണ്ടെങ്കിൽ ഞാൻ 6 തന്നെ കൊടുത്തു. എന്നിട്ട് ഇപ്പൊ നമ്മളോട് എന്താ പറയുന്നത്, എത്ര ടേൺസ് വേണം, ടേൺസിന്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ടേൺസ് ഹൈറ്റ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഒരു 50 mm കൊടുത്തു. ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഞാനൊരു 20 കൊടുത്തു. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്തിട്ടുണ്ട്, അതായത് എന്താ പറയുക, 50 mm ഈ ഹെലിക്സിന്റെ ഹൈറ്റ് 50 mm ആണ്, ടേൺസിന്റെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണെന്ന് വെച്ചാൽ 20 ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഹെലിക്സ് 3D യൂസ് ചെയ്യുക. സോ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കണ്ടോ ഇത്രയും വലിയൊരു സ്പ്രിങ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ടോട്ടൽ ടേൺസ് കൗണ്ട് ചെയ്തിട്ട് 20 കിട്ടും. ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 50 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ്. ഓക്കെ, ആൻഡ് ബാക്ക് ടു, ഇനിയിപ്പോൾ എനിക്കൊരു സ്പൈറലാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ വീണ്ടും എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് എൻ്റർ കൊടുക്കുന്നുണ്ട് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അഗെയിൻ HEL കൊടുക്കുക, HEL എൻ്റർ അടിക്കുക. കണ്ടോ സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ബേസ്ഡ് റേഡിയസ് ആണ് നമ്മളോട് പറയുന്നത്. ബേസ്ഡ് റേഡിയസ് ഞാനിപ്പോൾ സംതിങ് കൊടുത്തു. കണ്ടോ, ഇപ്പോൾ എലിക്സ് മറ്റേ ഇതാണ് വേണ്ടത്, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. കണ്ടോ, അതായത് സ്പൈറലാണ് വേണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഫിനിഷ് ചെയ്യാം, എന്നിട്ട് എൻ്റർ കൊടുത്താൽ കണ്ടോ നമുക്ക് സ്പൈറൽ കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇത്. നോർമലി നമുക്ക് 2D ഡ്രോയിങ്സിനകത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണ്ട. ഓക്കെ, ഇതാണ് ഹെലിക്സിനും അതുപോലെ തന്നെ എന്തെന്ന് പറയുന്നത് സ്പൈറൽ. ഓക്കെ, രണ്ടും ഒന്നിനകത്ത് തന്നെ വരിക. അടുത്ത് വരുന്ന ഡൂനെറ്റ് ആണ്. ഡൂനെറ്റ് നമുക്ക് സംഭവം ചില ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഡൂനെറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഡൂനെറ്റ്? ഡൂനെറ്റ് നമ്മൾ ഈ ബേക്ക് ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ് ആക്ച്വലി ഒരു സെൻട്രൽ ഒരു ഹോളുള്ള ഒരു ഷേപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൂനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സർക്കുലർ ആയിട്ടുള്ള സെൻട്രൽ ഹോളുള്ള ഷേപ്പ്, ഈ ഡൂനെറ്റ് ബേക്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ആക്ച്വലി ഇത് വർക്ക് ആവുന്നത്. സോ അപ്പോൾ DO ആണ് ഡൂനെറ്റിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. ഓക്കെ, DO എൻ്റർ അടിക്കുക. അപ്പോൾ എന്നോട് 2 ഡയമീറ്റർ ചോദിക്കും, ഒന്ന് ഇൻസൈഡ് ഡയമീറ്ററും ഒന്ന് ഔട്ട്സൈഡ് ഡയമീറ്റർ ആയിരിക്കും. ഇപ്പം എന്നോട് ചോദിക്കുന്നത് ഇൻസൈഡ് ഡയമീറ്റർ. അപ്പോൾ ഞാനൊരു 2 mm ഇൻസൈഡ് ഡയമീറ്റർ കൊടുത്തു, ഔട്ട്സൈഡ് ഡയമീറ്റർ ഞാനൊരു 5 mm കൊടുത്തു. വേണോ, ഇപ്പോൾ 2 mm എൻ്റർ കൊടുത്തപ്പോൾ ഔട്ട്സൈഡ് ഡയമീറ്റർ ചോദിക്കുന്നത് 5 ഞാൻ ടൈപ്പ് ചെയ്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ കണ്ടോ നമുക്കൊരു ഡൂനെറ്റ് കിട്ടും. കണ്ടോ, സോ ഇതിനാണ് ഡൂനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ. അപ്പം എനിക്ക് ഈ ഇൻസൈഡിൽ ഈ ഒരു ഹോള് വേണ്ട, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, വീണ്ടും DO എൻ്റർ അടിക്കുക, ഇൻസൈഡ് ഡയമീറ്റർ 0 കൊടുക്കുക. ഇൻസൈഡ് ഡയമീറ്റർ 0 കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. ഇൻസൈഡ് ഡയമീറ്റർ എൻ്റർ കൊടുത്തു, ഔട്ട്സൈഡ് ഡയമീറ്റർ വീണ്ടും 5 തന്നെ കൊടുത്തു. കണ്ടോ, ഇപ്പോൾ വലിയൊരു ഡോട്ടാണ് നമുക്ക് കിട്ടുക. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഒരു വലിയൊരു ഡോട്ടൊക്കെ ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്ന, ഡൂനെറ്റ് വെച്ചിട്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡൂനെറ്റ് ചിലപ്പോൾ നിങ്ങൾ ഓട്ടോക്യാഡിനകത്ത്, ഇതൊരു ടിപ്സ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങൾ ഓട്ടോക്യാഡിനകത്ത് ചിലപ്പം ഡൂനെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കില്ല, ഈ വൈറ്റ് ആയിട്ടായിരിക്കില്ല കിട്ടുന്നത്. ഓക്കെ, സംഭവം ചിലപ്പം ലൈൻസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓട്ടോക്യാഡിനകത്ത് ഫില്ല് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്, ഫില്ല്. ഓക്കെ, ഈ ഫില്ല് ഓഫ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ലൈൻസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഫില്ല് ഓൺ ആയതുകൊണ്ടാണ് ഡൂനെറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ ഫുള്ള് വൈറ്റ് ആയിട്ട് കിട്ടുന്നത്, ഒരു ഫിൽഡ് അപ്പിയറൻസ് കിട്ടുന്നത്. ഞാൻ അത് ഓഫ് ചെയ്തു, എന്നിട്ടൊന്ന് എൻ്റർ എടുക്കണം, റീഫ്രഷ് ചെയ്ത് കണ്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഇതേപോലെ ആയിരിക്കും. അപ്പോൾ അത് ആക്ച്വൽ എന്താ വേറെ എന്തെങ്കിലും സംഭവം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഫില്ല് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് ഓട്ടോക്യാഡിനകത്ത്. ഓക്കെ, ആ ടൂള് എന്താണ്, അതിനകത്ത് ഫില്ല് കണ്ടീഷൻ എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. അത് ബാക്ക് ടു ഓൺ ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യുക, ദാറ്റ് മീൻസ് റീജൻ. ഓക്കെ, എൻ്റർ കൊടുക്കുക, കണ്ടോ പഴയ പോലെ കിട്ടും. അപ്പോൾ ഫില്ല് എന്ന് പറയുന്ന ഒരു ടിപ്സ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇതാണ് ഡൂനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് റിവിഷൻ ക്ലൗഡ് ആണ്. ഓക്കെ, അപ്പോൾ റിവിഷൻ ക്ലൗഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ നോർമലി നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ എന്തൊരു ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ പഠിക്കുന്ന ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു റീജിയൻ എന്ത് ചെയ്യും, നമ്മൾ ഒന്നുകിൽ ആ നോട്ട്സിൻ്റെ താഴെ ഇങ്ങനെ ഒരു അണ്ടർലൈൻ കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് മാർക്കറൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും
എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇമ്പോർട്ടൻസ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്രീൻ ടൈപ്പ് കളറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ ടെക്സ്റ്റിന് മേലോടെ ഇങ്ങനെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കളറിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. ശരിയല്ലേ? അപ്പോൾ അതേപോലെ ഡ്രോയിങ്സിനകത്ത് ഇപ്പം നിങ്ങളൊരു ഡ്രോയിങ്, നിങ്ങളൊരു ഡിസൈനറാണ്, നിങ്ങൾ ഡ്രോയിങ് നിങ്ങൾ ക്ലയൻറ്റിന് കൊടുക്കണം. അപ്പോൾ ക്ലയൻറ്റിന് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന കുറച്ച് പോർഷൻ ഉണ്ട്, റീജിയൻ ഉണ്ട് ഡ്രോയിങ്ങിൻ്റെ കേസിൽ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു റീജിയൻ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അതായത് ഇത് നോക്കുന്ന ആളുകൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടണം. അതായത് ആ ഡ്രോയിങ്, ഇപ്പം നിങ്ങൾ കൊടുത്ത ഡ്രോയിങ് ഞാൻ നോക്കണം, അപ്പം ഞാൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ സ്പെഷ്യൽ അറ്റൻഷൻ ആ ഒരു മാർക്ക് ചെയ്ത റീജിയനിലോട്ട് കിട്ടണം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു ബബിൾസ് രീതിയിൽ, ഒരു ക്ലൗഡ് രീതിയിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നതാണ് ഈ റിവിഷൻ ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു സ്പെഷ്യൽ അറ്റൻഷന് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രിവ്യൂ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഈ ഒരു മെമ്പേഴ്സിനെ നോക്കുമ്പോൾ ഇതിന്റെ മറ്റുള്ള ജോയിന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ജോയിന്റ്സിന്റെ അവിടെ കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു ജോയിന്റ്സിന്റെ അവിടെ കുറച്ച് കട്ടും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊരു സൈക്കിളിന്റെ ഫ്രെയിം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ആ ഫ്രെയിമിന്റെ ആ റീജിയനിൽ ഒരു സ്പെസിഫിക് ആയിട്ട് കുറച്ച് കട്ടും കാര്യങ്ങളും. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ക്ലൗഡ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇത് നോക്കുന്ന ആൾക്ക് എന്തായാലും പെട്ടെന്ന് അത് മനസ്സിലാവും ചെയ്യും, എന്തെങ്കിലും അവിടെ കുറച്ചും കൂടെ ഒരു അറ്റൻഷൻ റിക്വയർഡ് ആണെന്നുള്ളൊരു മീനിങ് ആണ് ഇത് നോക്കുന്ന ആൾക്ക് കിട്ടുന്നത്. സോ അതേപോലെ മാർക്ക് ചെയ്യാനും നമുക്ക് റിവിഷൻ ക്ലൗഡിനകത്ത് മൊത്തം 3 ഓപ്ഷൻസ് തരുന്നുണ്ട്. റെക്ടാങ്കിൾ തരുന്നുണ്ട്, പോളിഗൺ തരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രീ ഹാൻഡ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് റെക്ടാങ്കിൾ. സോ റെക്ടാങ്കുലർ റിവിഷൻ ക്ലൗഡ് നമ്മൾ REV, അപ്പോൾ കമാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ REV ആണ്. ഓക്കെ, റിവിഷൻ ക്ലൗഡ്, സോറി REV C കൂടെ കൊടുക്കണം. ഓക്കെ, റിവിഷൻ ക്ലൗഡ് REC. ഓക്കെ, എന്ത് ചെയ്യുക, എൻ്റർ അടിക്കും. അപ്പോൾ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? ഓക്കെ, ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ REV എൻ്റർ കൊടുത്താൽ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും, ഫ്രീ ഹാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിക്കാം, ഇവിടുന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് തന്നെ കാണിച്ചു തരാം. റിവിഷൻ ക്ലൗഡൊക്കെ നിങ്ങൾക്ക് കമാൻഡ് കൊടുക്കുന്നതിനും ബെറ്റർ നിങ്ങൾ ഇവിടുന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്രീ ഹാൻഡ് തന്നെ കാണിക്കാം. ഫ്രീ ഹാൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇതിനകത്തൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ക്ലിക്ക് ചെയ്ത റീജിയൻ മുതൽ ഈ റിവിഷൻ ക്ലൗഡ് കണ്ടോ, ഒരു ക്ലൗഡാണ്, കുറേ സൂം ഔട്ട് ആയിട്ടുള്ളത്. കുറച്ചും കൂടെ സൂമിങ് ചെയ്ത് വെക്കാം കണ്ടോ. ഇങ്ങനെ വൺസ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ മൗസ് പോയിന്റ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അവിടേക്ക് വരും കണ്ടോ. ഇതെങ്ങനെ ഫിനിഷ് ചെയ്യാം? ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ടിൽ കൊണ്ടുവരണം കണ്ടോ. സ്റ്റാർട്ടിൽ കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫിനിഷ് ആവും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം, ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ചും കൂടെ സൂമിങ് ചെയ്യാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിവിഷൻ ക്ലൗഡ് തന്നെ ഒന്നുകൂടെ എടുക്കാം. അപ്പോൾ ഇതിന് ആർക്ക് ആക്ച്വലി വളരെ ചെറുതാണ് കണ്ടോ, നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല, മൈന്യൂട്ട് ആർക്കാണ് കണ്ടോ. ഇതിനകത്ത് ആർക്ക് വരുന്നുണ്ട്, പക്ഷേ വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, റിവിഷൻ ക്ലൗഡ് എടുത്തിട്ട് ഇതിനകത്ത് ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കണ്ടോ, അത് 0.1 ആണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ടൊരു 2 ഞാൻ ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആർക്ക് എടുക്കുമ്പോൾ കണ്ടോ, എനിക്ക് ആക്ച്വലി സോറി അഗെയിൻ റിവിഷൻ ക്ലൗഡ് എടുക്കുക, അതിൻ്റെ 2 വാല്യൂസ് കൊടുക്കാണ്ട് ആർക്ക് ലെങ്ത്തിന്. ഓക്കെ കണ്ടോ, മിനിമം ലെങ്ത്തും കൊടുക്കാനുണ്ട്, മാക്സിമം ലെങ്ത്തും കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ മിനിമം ലെങ്ത് 2 കൊടുത്തു, മാക്സിമം ലെങ്ത് ഒരു 2 തന്നെ കൊടുത്തു, എൻ്റർ കൊടുത്തു. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, റിവിഷൻ എടുക്കും കണ്ടോ, എനിക്ക് ആർക്ക് കുറച്ചും കൂടെ കമ്പാരിറ്റീവ് കുറച്ച് വലുതാണ് കിട്ടുന്നത് കണ്ടോ. ഓക്കെ, അപ്പോൾ ആർക്കിൻ്റെ ലെങ്ത് കൂട്ടാനും റിവിഷൻ ക്ലൗഡ് എടുക്കുമ്പോൾ തന്നെ ആർക്ക് ലെങ്ത് ഓപ്ഷൻ ഉണ്ടോ, അതുപോലെ തന്നെ റേഡിയസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടത് സ്റ്റാർട്ടിൽ തന്നെ വരണം, അല്ലാണ്ട് നമ്മൾ എങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. സ്റ്റാർട്ടിൽ ജസ്റ്റ് അടുത്തോട്ട് വന്നാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഫിനിഷ് ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രീ ഹാൻഡ്. ഫ്രീ ഹാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ മൗസ് പോയിന്റ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങോട്ടൊക്കെ ഇതിങ്ങനെ ചുമ്മാ വരും. വൺസ് ക്ലിക്ക് ചെയ്താൽ മതി, പിന്നെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ അങ്ങോട്ടൊക്കെ ഇതിങ്ങനെ ചുമ്മാ വരും. ഓക്കെ, എന്നിട്ട് എവിടെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് കൊണ്ടുപോയിട്ട് ജസ്റ്റ് കൊണ്ടുപോയാൽ തന്നെ സ്റ്റാർട്ടിൻ്റെ അടുത്തോട്ട് വന്നാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഫിനിഷ് ആയിരിക്കും. സോ അതിനാണ് ഫ്രീ ഹാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വരുന്ന എന്താണ്, റെക്ടാങ്കിൾ നോക്കാം. റെക്ടാങ്കിൾ എന്ന് പറയുന്നത് സാധാ നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി യൂസ് ചെയ്യുക കണ്ടോ. സാധാ നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കുന്ന പോലെ തന്നെയാണ് വരയ്ക്കുക കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു ക്ലൗഡ് ഷേപ്പിലാണ് കിട്ടുക, അതിനാണ് ഈ റിവിഷൻ ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്ലൗഡ് ഷേപ്പിലാണ് കിട്ടുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ എന്തുണ്ട്, പോളിഗണൽ ഉണ്ട്. പോളിഗണൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പോളിഗൺ, അത് റെക്ടാങ്കിളിനകത്തുള്ള ഈ പോളിഗൺ ഷേപ്പാന്ന് വിചാരിക്കരുത്. ഇതിനകത്ത് പോളിഗൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാന്ന് മാത്രമേ ഉണ്ടാവും, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാന്ന് മാത്രം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ഫിനിഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കുക, അല്ലെങ്കിൽ കീബോർഡിനകത്ത് എൻ്റർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് റിവിഷൻ ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിവിഷൻ ക്ലൗഡിനകത്ത് വീണ്ടും സെറ്റിംഗ്സ് വേറെ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ, ആർക്ക് ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു,
ഒബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ ചുറ്റും കൊടുക്കാൻ, അതുപോലെ തന്നെ റെക്ടാങ്കുലർ പോളിഗൺ, ഇത് നമ്മൾ നേരത്തെ ഫ്രീ ഹാൻഡ് ഓപ്ഷൻസ് തന്നെയാണ്. ഓക്കെ, പിന്നെ സ്റ്റൈൽസ് നമുക്ക് വീണ്ടും വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. വേറെ സ്റ്റൈൽസും കാണാൻ നോർമൽ ഉണ്ട്, അതിൽ കാലിയോഗ്രാഫിക് എന്ന് പറയുന്നുണ്ട്. കാലിയോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ഉണ്ടോ സ്റ്റൈൽ കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും. ഉണ്ടോ, ഇങ്ങനത്തെ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സ്റ്റൈലൊക്കെ നിങ്ങൾ എവിടെയും കണ്ടാൽ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോക്യാഡ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. പക്ഷേ ഇത്രയും ഓപ്ഷൻസ് ആണ് റിവിഷൻ ക്ലൗഡിന് അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഉള്ള ഏതെങ്കിലും ഒരു കോർണർ ഡ്രോയിങ്ങിനകത്തൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കൊടുക്കുന്ന, അത് ഡ്രോയിങ് ഫീച്ചറിൽ റീഡ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ എന്നുള്ള രീതിക്ക് നമുക്കതങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് റിവിഷൻ ക്ലൗഡിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിവിഷൻ ക്ലൗഡും അതുപോലെ തന്നെ ഈ വൈപ്പ് ഔട്ടും എന്ന് പറയുന്നത് എന്താണ്, ഒരു മാർക്കപ്പ് ടൂളാണ്. അപ്പോൾ അതെവിടെയുള്ളത്, അനോട്ടേറ്റഡിനകത്ത് വന്നാൽ മാർക്കപ്പ് ടൂൾസിനകത്ത് നമുക്ക് ഈ രണ്ട് ടൂൾസ് കാണാൻ പറ്റും. ഈ മാർക്കപ്പ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടല്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അറ്റൻഷനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾസ് ആണ് ഈ മാർക്കപ്പ് ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓട്ടോകാഡിന്റെ എക്സാമിനകത്തൊക്കെ ഇന്റർവ്യൂവിനകത്ത് വരുന്നതാണ് മാർക്കപ്പ് ടൂൾസിനകത്തുള്ള ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം അത് ഈ രണ്ട് ടൂൾസ് ആണ്, എന്താ പറയുക, വൈപ്പ് ഔട്ടും റിവിഷൻ ക്ലൗഡും. നോർമലി എക്സാംസിനകത്തൊക്കെ ചോദിക്കാറുണ്ട് ഓട്ടോകാഡ് ബേസ് ചെയ്തുള്ള എക്സാംസിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ഡ്രോയിങ് പാലറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്രോയിങ് പാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു പാനലാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹോം എന്ന് പറയുന്ന റിബണിനകത്ത് ഡ്രോ എന്ന് പറയുന്ന പാനൽ. അപ്പോൾ നമ്മൾ ഈ ഒരു മൊത്തം 17 സെഷൻ കൊണ്ട് കവർ ചെയ്തത് ആക്ച്വലി ഡ്രോയിങ് എന്ന് പറയുന്ന പാനലാണ്. കംപ്ലീറ്റ് കവർ ആയിട്ടുണ്ട്, എല്ലാ ഓപ്ഷൻസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എക്സെപ്റ്റ് വൺ, അതായത് ഹാച്ച് വെച്ചിട്ടുള്ള ബാക്കിയെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹാച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ, മോഡിഫിക്കേഷൻ ടൂൾസും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കണം, കാരണം അത് ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഹാച്ചിനകത്ത് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞത്. ഓക്കെ, ബാക്കി എല്ലാ ടൂൾസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, സീ യു അഗൈൻ.